സ്റ്റോപ്പ് ചെയ്യണം. അപ്പോഴല്ലേ ഇൻസുലിന്റെ ലെവൽ അവിടെ നിൽക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടും പാൻക്രിയാസിന് മനസ്സിലാവണം, ഓക്കെ വേണ്ടത്ര ഇൻസുലിൻ ആയിട്ടുണ്ടെന്ന്. നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് 2 പോയിന്റും 25 പോയിന്റും മതി എന്ന് പറയുന്നതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ ഒരു പ്രശ്നത്തിലാണ് ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയോണം നമ്മുടെ ശരീരം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേ സമയത്ത് ഇതേ വ്യക്തി തന്നെ ഏതാണ്ട് 2.5 മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഏതാണ്ട് 3 മാസത്തിന് ശേഷം 14 ഡിസംബറിൽ ചെക്ക് ചെയ്തു, അദ്ദേഹത്തിന്റെ ഇൻസുലിൻ ലെവൽ 6.2 ആയിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈസിലി നമുക്ക് പല ആൾക്കാരുടെ അടുത്തും കേൾക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, ഒന്ന് ഡയബറ്റിസ്, അതുപോലെ തന്നെ PCOS, NAFLD, ഫാറ്റി ലിവർ പ്രോബ്ലം, ഒബിസിറ്റി. ഈ ഒരു പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്നത്. ബ്ലഡ് ഷുഗർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷുഗർ ലെവൽ 100-ന് മുകളിലോ അല്ലെങ്കിൽ 110-ന് മുകളിലോ ഒക്കെ ആണെങ്കിൽ അത് കാലദേശാന്തരങ്ങൾക്കനുസരിച്ചാണ് ഈ ബ്ലഡ് ഷുഗറിന്റെ അളവൊക്കെ മാറുന്നത്. അപ്പോ ഇവിടെ ഇന്ത്യയിൽ നോർമൽ ആണെന്ന് പറയുന്നത് ഒരുപക്ഷെ പുറത്ത് അബ്നോർമൽ ആയിട്ട് പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ നേരെ തിരിച്ചും മുമ്പ് നോർമൽ ആണ് എന്ന് പറഞ്ഞിരുന്ന പല ലെവലുകളും ഇന്ന് അബ്നോർമൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഷുഗർ എന്ന് പറയുന്നത് 100-ഓ 110-ഓ ഒക്കെ ലെവലിന് മുകളിലേക്ക് ഫാസ്റ്റിംഗ് ലെവലില്, മീൻസ് നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഒരു 11-12 മണിക്കൂറിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രമേഹത്തിലേക്ക് എത്തി എന്ന് നമുക്ക് സൂചിപ്പിക്കാം. അത് തന്നെ HbA1c എടുത്തിട്ട് 3 മാസത്തെ ആവറേജ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാറുണ്ട്. ആ സമയത്ത് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ആവറേജ് ബ്ലഡ് ഷുഗർ ലെവൽ 100-ഓ 110-ഓ അല്ലെങ്കിൽ ഈവൻ 120-ഓ ഒക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ല. അതേ സമയത്ത് HbA1c 5.7-ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക്കും, 7-ന് മുകളിലാണെങ്കിൽ ഡയബറ്റിക്കും ആണെന്ന് കൺഫേം ആയിട്ടങ്ങ് പറയും. പല രീതിയിൽ നമ്മൾ പല റെസിസ്റ്റൻസും പ്രതിരോധങ്ങൾ പലതും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഒന്നും പെടുന്നതല്ല ഇവൻ എന്താണ് പ്രത്യേകത? ഇൻസുലിൻ എന്താണ് പ്രത്യേകത? ഞാൻ അതിലേക്കാണ് ആദ്യം പോവുക. ഇൻസുലിൻ്റെതായിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് അല്ലെ? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻ? നമുക്കെല്ലാം ഒരുവിധം അറിയാവുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്ലഡ് ഷുഗർ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഷുഗർ ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ആയി നമ്മുടെ ബ്ലഡിലേക്ക് എത്തുന്ന സമയത്ത് ബ്ലഡ് ഷുഗർ എന്ന് പറയും. ഈ കാർബോഹൈഡ്രേറ്റ് വിഘടിച്ച് ഷുഗർ ആവുന്ന സമയത്ത് അതിനെ കോശങ്ങളിലേക്ക് എത്തിച്ചിട്ട് കോശത്തിന്റെ പ്രധാനപ്പെട്ട ഫ്യൂവൽ അല്ലെങ്കിൽ എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്യൂവലാക്കി മാറ്റി ATP വഴി അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എനർജിക്ക് വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ. സോ കോശങ്ങൾക്കകത്തേക്ക് ഇൻസുലിൻ വഴിയാണ്, ഇൻസുലിൻ എന്ന ഒരു കീ ആയിട്ട് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു ഹോർമോൺ വഴിയാണ് ഗ്ലൂക്കോസ് എത്തുന്നതും ഈ ഗ്ലൂക്കോസ് ആണ് നമുക്ക് എനർജി തരുന്നത്. ഇതാണ് നമ്പർ 1 അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. പക്ഷെ ഇത് കൂടാതെ പിന്നെയും ചില ഫങ്ഷൻസ് ഉണ്ട്. അതിലൊന്നാണ് പ്രോട്ടീൻ. ഇതേപോലെ തന്നെ നമുക്ക് ഗ്ലൂക്കോസ് ആക്കി മാറ്റി കോശത്തിന് വേണ്ടിയിട്ട്, കോശത്തിന്റെ എനർജി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നതും, പ്രോട്ടീനെ വിഘടിച്ചിട്ട് ഈ ഒരു രീതിയിൽ എനർജി ആയിട്ട് ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നതും അതേ ഇൻസുലിന്റെ തന്നെ ഫംഗ്ഷനാണ്. അതുകൂടാതെ മറ്റൊന്നാണ്, നമ്മളിപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഈ കൂടുതലായ അളവ് നമുക്ക് 2 സ്ഥലത്ത് ഒരു എമർജൻസി സ്റ്റോറേജ് ആയിട്ട് വയ്ക്കാൻ പറ്റും അല്ലെ? നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൽ പൈസ എപ്പോഴാണ് കൊണ്ടിടുക? ഒരുപാട് കൂടുതലുണ്ടാവും അല്ലെ? ഈ ബാങ്കിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യും? നമ്മൾ ആദ്യം കുറച്ച് പേഴ്സിൽ വെക്കും, അല്ലെങ്കിൽ കുറച്ച് ചില പ്രത്യേക നമ്മുടെ വീടിനകത്തൊക്കെ ചില പ്രത്യേക ലൊക്കേഷൻസ് ഉണ്ടാവും, ഈ സ്ഥലത്തൊക്കെ വെക്കും. ഇതും അല്ലാതെ ഉള്ളത് എപ്പോഴും നമ്മുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ കയ്യിലോ തന്നെ ഉണ്ടാവും അത്യാവശ്യമായിട്ടുള്ളത്. സോ ഷുഗറിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ ഇതേപോലെ തന്നെയാണ്. നമ്മൾ എപ്പോഴും ഷുഗർ ബ്ലഡിൽ വയ്ക്കും, പക്ഷെ ഇതിൽ അളവിൽ കുറച്ച് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് ചില പ്രത്യേക ഇടങ്ങളിൽ, അതെവിടെയാണ്? ഒന്ന് ലിവറിൽ വയ്ക്കും, അതുപോലെ തന്നെ മസിൽസിലും വയ്ക്കാറുണ്ട്. ഈ ഒരു സ്ഥലത്ത് ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഒരു ഫോർമേഷനിലാണ് വയ്ക്കുക. അപ്പൊ ഗ്ലൈക്കോജൻ ആക്കിയിട്ട് മാറ്റുന്നതും ഇതേ ഇൻസുലിന്റെ ഫംഗ്ഷൻ ആണ്. ഇത് കൂടാതെ മൂന്നാമതൊരു ഫംഗ്ഷൻ കൂടിയുണ്ട്. ഈ പിന്നെയും കൂടുതൽ വന്നു കഴിഞ്ഞാലോ അത് ബാങ്കിൽ കൊണ്ടിടണം അല്ലെ? അതിനെ ഫാറ്റ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി, ആഡിപ്പോസ് ടിഷ്യൂസിലൊക്കെ പല ഭാഗങ്ങളിലായിട്ട് അതിനെ ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൂടി ഇൻസുലിൻ ആണ് ചെയ്യുന്നത്. സോ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇൻസുലിൻ ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ
ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നിങ്ങൾ മറക്കാതിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിലെ പ്രോട്ടീനെ അല്ലെങ്കിൽ ഈവൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീനെ എനർജിക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. നമ്മൾ ഒട്ടും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എവിടുന്നെങ്കിലും ഒക്കെ അതിന് എനർജി വേണ്ടേ? അപ്പൊ എവിടുന്ന് എടുക്കണം? എടുക്കേണ്ട സ്ഥലം നമ്മുടെ കൊഴുപ്പിൽ നിന്നാണ്, അല്ലാതെ മസിൽസിനെ അല്ലെങ്കിൽ പ്രോട്ടീനെ, ഓൾറെഡി ഉള്ള പ്രോട്ടീനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യരുത്. ചില ആൾക്കാരിൽ മസിൽ ലോസ് സംഭവിക്കുന്നതും അതേപോലെ തന്നെ ഫാറ്റ് പിന്നെയും അതുപോലെ നിൽക്കുന്നതും എന്തുകൊണ്ടാണെന്ന് ഒരുപക്ഷെ ഈ ഇൻസുലിനുമായിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ടാവും. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഇൻസുലിൻ വർക്ക് ചെയ്യുക? ഇതൊരു ഹോർമോൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹോർമോണിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാവില്ലേ? ആ ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഹോർമോണുകളും വർക്ക് ചെയ്യുന്നത് ഏതാണ്ട് ഒരു കീ എന്നുള്ള പോലെയാണ്. അപ്പൊ ഈ കീ എങ്ങനെയാ, അല്ലെങ്കിൽ ഒരു റിസപ്റ്റർ സെൽ എന്ന് പറയാം. നമ്മുടെ ശരീരത്തിനകത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് റിസപ്റ്റർ സെൽ ഉണ്ട്. മീൻസ് ഈ എന്താ കീയും ലോക്കും ആണെങ്കിൽ പല ലോക്കും ഉണ്ടെന്ന് കൂട്ടാം. എല്ലാ ലോക്കിനും ഒരേ കീ മതിയാവോ? അല്ല. അപ്പൊ പലതരത്തിലുള്ള ലോക്കുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ പലതരത്തിലുള്ള കീ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ കീ ആണ് ഇവിടെയുള്ളത്. ഈ കീ എവിടെയൊക്കെ പോയി വർക്ക് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള റിസപ്റ്റേഴ്സ് റെഡി ആയിട്ടുണ്ടാവും. സോ ആ റിസപ്റ്റർ എവിടെയാണ് ഉള്ളത്, അവിടത്തേക്ക് ഇത് എങ്ങനെ എത്തും? ഹോർമോണുകളെല്ലാം എത്തുന്നത് നേരെ അത് ബ്ലഡ് സ്ട്രീമിലേക്ക് കയറും. ഈ ബ്ലഡ് എവിടെയൊക്കെ എത്തുന്നുണ്ടോ അവിടെയൊക്കെ ഈ ഹോർമോണുകൾ എത്തുന്നുണ്ടാവും. പക്ഷെ എവിടെയൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള ലോക്ക് ഉണ്ടോ അവിടെയൊക്കെ ഇത് കീ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, സോ ഈ ഇൻസുലിനെ സംബന്ധിച്ചും ഇതേ ഒരു കാര്യമാണ് നടക്കുക. എവിടെയൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള ലോക്ക് ഉണ്ടോ അവിടെയൊക്കെ പോയിട്ട് ഇത് വർക്ക് ചെയ്യും. സോ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില ഏരിയാസ് ആണ്, ഒന്ന് പെരിഫറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മസിൽസും ബാക്കിയെല്ലാം പറയാം. മീൻസ് പാൻക്രിയാസും ലിവറും ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും വരുന്നത് പൊതുവെ പെരിഫറൽ എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. അത് ഇൻക്ലൂഡിങ് നമ്മുടെ ബ്രെയിൻ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ മസിൽസ് ഒക്കെ വരുന്നുണ്ടാവും, ആഡിപ്പോസ് ടിഷ്യൂ വരുന്നുണ്ടാവും. ഇതൊക്കെ ഈ ഇൻസുലിൻ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിസപ്റ്റർ ഉള്ള അല്ലെങ്കിൽ സെൻസിറ്റീവ് ഏരിയാസ് ഉള്ള ഭാഗങ്ങളാണ്. ഓക്കെ, അതിനാണ് പെരിഫറൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറയാം. രണ്ടാമത്തത് ഹെപ്പാറ്റിക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറയാം. ഹെപ്പാറ്റിക്കിന് എന്താ പ്രധാനപ്പെട്ട ഗുണം? നേരത്തെ നമ്മൾ സംസാരിച്ചു. എന്തൊക്കെയാണ്? ഗ്ലൂക്കോസ് കൂടുതൽ വരുന്ന സമയത്ത് ഗ്ലൈക്കോജൻ ആക്കണം, അതുപോലെ തന്നെ അതിനെ ഫാറ്റ് ആക്കി മാറ്റണം. അപ്പൊ പ്രധാനപ്പെട്ട രണ്ട് ഫംഗ്ഷൻ ഉണ്ട് അവിടെ തന്നെ. ഇത് കൂടാതെ ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന മറ്റൊരു ഹോർമോൺ വരുന്ന സമയത്ത് ഈ ഗ്ലൈക്കോജനെയോ അതല്ലെങ്കിൽ ഫാറ്റിനെയോ തിരിച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഗ്ലൂക്കോസ് ആക്കേണ്ട ആവശ്യവും വരുന്നുണ്ട്. സോ അതിനൊക്കെ ഈ ഹെപ്പാറ്റിക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി പ്രധാനമാണ്. സോ മൂന്നാമത്തെ ഒരു കാര്യം, ഹെപ്പാറ്റിക് എന്ന് പറഞ്ഞാൽ ലിവറുമായിട്ട് സംബന്ധിച്ച. ഓക്കെ, മൂന്നാമത്തേതാണ് പാൻക്രിയാസ്. പാൻക്രിയാസിന് എന്തിനാ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി? പാൻക്രിയാസിനകത്ത് നമ്മൾ ഈ ബീറ്റാ സെൽ അല്ലെങ്കിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന ആ കോശങ്ങളിൽ നിന്ന് വേണ്ടത്ര അളവിലുള്ള ഇൻസുലിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പെർട്ടിക്കുലർ ലെവലിലുള്ള ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞു, അതിന് വേണ്ടത്ര എത്രയാണോ അതിന് വേണ്ട ഇൻസുലിൻ അത്രയും കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം അത് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെ? വർക്ക് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോഴല്ലേ ഇൻസുലിന്റെ ലെവൽ അവിടെ നിൽക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടും പാൻക്രിയാസിന് മനസ്സിലാവണം, ഓക്കെ, വേണ്ടത്ര ഇൻസുലിൻ ആയിട്ടുണ്ടെന്ന്. സോ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 3 ഏരിയാസ്. പെരിഫറൽ ഉണ്ട്, അതുപോലെ തന്നെ ഹെപ്പാറ്റിക് ഉണ്ട്, അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ഉണ്ട്. ഈ 3 തരത്തിലാണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വരുന്നത്. ഓക്കെ, ഇതില് ഒന്നുകൂടി കുറച്ച് എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, ബ്രെയിനിന് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. നമുക്ക് വേണ്ടത്ര ഭക്ഷണം കഴിച്ചു എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. അത് തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് എനർജി ലോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്ന സമയത്ത് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചിട്ട് എന്ത് പറയണം? എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയണം. അതും ബ്രെയിനിനാണ് മെസ്സേജ് കൊടുക്കേണ്ടത്, അല്ലെ? അപ്പൊ വിശപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ലിവറിനാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. എന്തിന്? ഫാറ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ ഉണ്ടാക്കാനോ ഒക്കെ. പക്ഷെ ലിവറിന് വേണ്ട മെസ്സേജ് വേറെ ആര് കൂടി കൊടുക്കണം? നമ്മുടെ ബ്രെയിൻ കൂടി കൊടുക്കണം. സോ അതിനു വേണ്ടിയിട്ടും ഒക്കെയുള്ള പ്രധാനപ്പെട്ട മെസ്സേജുകൾ കൺവേ ചെയ്യുന്നത് ഇൻസുലിൻ ആണ്. അത് പാൻക്രിയാസിൽ നിന്ന് ബ്രെയിനിലേക്ക് എത്തണം. പെരിഫറൽ മസിൽസ്, ഈ മസിൽസിനകത്തും വേണ്ടത്ര അളവിലുള്ള ഗ്ലൈക്കോജൻ
ഫോം ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം 100 ഗ്രാം വരെയാണ് നമ്മുടെ ലിവറിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ 400 പെരിഫറൽ മസിൽസിൽ അല്ലെങ്കിൽ ഈ സ്കെലിറ്റൽ മസിൽസിനകത്ത് ഉണ്ടാവുക. സോ അങ്ങനെ ഒരു ഗ്ലൈക്കോജൻ സിന്തസിസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിന് വേണ്ടി, മസിൽസ് അല്ലേ ഏറ്റവും കൂടുതൽ നമ്മുടെ ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്ന സ്ഥലം. അപ്പൊ ഈ മസിൽസ് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള മെറ്റബോളിസത്തിന് വേണ്ടിയിട്ടുള്ള ഇൻസുലിൻ അത് കൊടുക്കേണ്ടിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മസിൽ മാസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റ് മൈറ്റോകോൺട്രിയൽ ഫംഗ്ഷന് വേണ്ടിയിട്ടും ഒക്കെ കൂടിയിട്ട് നമ്മുടെ ഈ ഇൻസുലിൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരാള് ആഡിപ്പോസ് ടിഷ്യൂ, പെരിഫറലിൽ വരുന്നതാണ് ഇതൊക്കെ കേട്ടോ. ലിവർ ഒഴികെ ബാക്കിയൊക്കെ പെരിഫറലിൽ വരുന്നതാണ്. സോ ആഡിപ്പോസ് ടിഷ്യൂലും ഇതേ ഒരു രീതിയിൽ തന്നെ ഇത് പോയിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. സപ്പോസ് ഇവിടെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻസോ മറ്റു പ്രശ്നങ്ങളോ വരുന്ന സമയത്ത് ഇവിടെ മെസ്സേജ് കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി അവിടെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. അതിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഈ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്നുകൂടി നമുക്ക് നോക്കാം. നോർമലി ഇൻസുലിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ലിപ്പോജെനിസിസും ലിപ്പോലൈസിസും പറഞ്ഞിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ലിപ്പിഡ് ഫോർമേഷനും അതുപോലെ തന്നെ ലിപ്പിഡിന്റെ ലിപ്പോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പിഡിനെ കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫാറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ലിപ്പിഡ് ആക്കുന്ന ഒരു ഫോർമേഷൻ അതിന് പറയാം. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് സയന്റിഫിക് വേർഡ് ആണ്. സോ ഒന്നിലെ ലിപ്പിഡ് ഉണ്ടാക്കുന്നു, മറ്റേതിന് ലിപ്പിഡിനെ കട്ട് ചെയ്യുന്നു, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സോ ഇതൊക്കെ കറക്റ്റ് ആയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ബോഡി എപ്പോഴും സംഭവിക്കുന്നത് ഒരു ഹോമിയോസ്റ്റാസിസ്, ഒരു ബാലൻസിലല്ലേ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ബ്രെയിൻ ആണ് ഹെൽപ്പ് ചെയ്യുക. സോ ഷുഗർ ലെവൽ എന്തുകൊണ്ടാണ് ഈ 100-നും അല്ലെങ്കിൽ 90-ക്കും 110-നും ഇടയിൽ നിൽക്കുന്നത്? ഷുഗർ ലെവൽ 60-ക്കും താഴെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് കൂടുതൽ ഡേഞ്ചർ ആണെന്ന് പറയാറുണ്ട് അല്ലെ. മീൻസ് അങ്ങനെ ഒരു ഹോമിയോസ്റ്റാസിസ് നിലനിർത്താനും ഒക്കെ കൂടിയിട്ട് നമുക്ക് ഈ ബ്രെയിനിന്റെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി തീർച്ചയായിട്ടും വേണം. അതേ സമയത്ത് ഇവിടെ എന്തെങ്കിലും തരത്തില് സെൻസിറ്റിവിറ്റിക്ക് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. അവിടെ ഒന്ന് മൂഡ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും. ചിലപ്പോൾ ചില ആൾക്കാർ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് പോകും. അതുപോലെ തന്നെ എനർജി ലോസ് ഉണ്ടാവും പെട്ടെന്ന് തന്നെ. ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അതിൽ സംഭവിക്കുക. എനർജി പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തേക്കുള്ള ഈവൻ മെസ്സേജസും ഇംപെയർഡ് ആവാം, അല്ലെങ്കിൽ അതിൽ കറക്റ്റ് മെസ്സേജസ് ചിലപ്പോൾ കിട്ടാതിരിക്കാം. അങ്ങനെയുള്ള ഇഷ്യൂസ് അതിൽ വരാം. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് ഹോർമോൺ ആണ്. നമ്മുടെ നോർമൽ മെറ്റബോളിസത്തിനെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിന് കഴിവുണ്ട്. അത് എങ്ങനെയാണ്? ജസ്റ്റ് ഒരു സൈക്കിൾ നോക്കുകയാണെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസിന്റെ റെഗുലേഷൻ വഴി, അതുപോലെ തന്നെ ലിപ്പിഡ് മെറ്റബോളിസത്തിനെ റെഗുലറൈസ് ആക്കും. അതുപോലെ തന്നെ ഫാറ്റ് സ്റ്റോറേജ്, എവിടെ ഫാറ്റ് സ്റ്റോർ ചെയ്യണം, അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇവരാണ് തീരുമാനിക്കുക. അപ്പിറ്റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ബോഡി കമ്പോസിഷൻ പല ക്ലാസ്സുകളിലായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ബോഡി കമ്പോസിഷൻ എന്താണ്? ഫാറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ബോൺ ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ കൊഴുപ്പുണ്ടാവും, വെള്ളം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ കൂടിയിട്ടുള്ള ഒരു ബോഡി കമ്പോസിഷനെ അതേ ഒരു രീതിയിൽ കൊണ്ടുപോകുന്നതും ഒക്കെ ഇതേ ഇൻസുലിൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ലിവിങ്ങിനെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എത്രത്തോളം നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നല്ല, എത്രത്തോളം നമ്മൾ ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മളോട് ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് അതിന് ഒരു ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ആളാണ് ഇൻസുലിൻ. സോ ലോഞ്ചിവിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ആണ് നമുക്ക് ഇന്ന് അറിയാനുള്ളത്. സോ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിക്ക് എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിനെയാണ് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ്. സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് എവിടെയൊക്കെ സംഭവിക്കാം? നേരത്തെ പറഞ്ഞ 3 പ്രധാനപ്പെട്ട സ്ഥലത്തും, പെരിഫറലിൽ നടക്കാം, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഹെപ്പാറ്റിക്കില് നടക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പാൻക്രിയാസിലും നടക്കാം. ഇവിടെ എവിടെ വേണമെങ്കിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് നടക്കാം. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധം. അങ്ങനെ ഒരു പ്രതിരോധം നടക്കുന്ന സമയത്ത് എന്താണ് കാരണങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. സപ്പോസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് നടക്കുന്ന സമയത്ത് നമ്മുടെ പെരിഫറൽ ഏരിയയിലാണ് നടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഷുഗർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാത്ത ഒരു അവസ്ഥയാണ് വരുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു, ഈ കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ടും നമ്മുടെ ബ്ലഡ് ഷുഗർ അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇൻസുലിന് പറ്റുന്നില്ല, അല്ലെങ്കിൽ അതൊരു കീ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? ബ്ലഡ് ഷുഗർ ഇൻക്രീസ് ആവും അല്ലെ, പിന്നെയും കൂടി വരും. അങ്ങനെയാണ് നമ്മൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നത്.
സോ അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ഹൈക്ക് അല്ലെങ്കിൽ കോൺസ്റ്റന്റ്ലി ഇൻസുലിൻ മുകളിൽ തന്നെ നിൽക്കുന്ന സമയത്ത് അത് നമ്മുടെ പല അവയവങ്ങളെയും ബാധിക്കുന്ന നമുക്കറിയാം അല്ലെ. ഡയബറ്റിക് റെറ്റിനോപ്പതിയും അല്ലെങ്കിൽ ഡയബറ്റിക് നെഫ്രോപ്പതി, ന്യൂറോപ്പതി ഒക്കെ നമ്മൾ അതിൽ മുമ്പ് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും ഇന്ന് അതിനെ പറ്റിയിട്ടൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അത് നമ്മുടെ കോശങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഷുഗർ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ഉണ്ടായിട്ട് നമുക്ക് വേണ്ടത്ര എനർജി ഇല്ലാത്തൊരവസ്ഥയും കൂടി ആകുമ്പോൾ ക്ഷീണം പെട്ടെന്ന് വരും. എല്ലാ കോശങ്ങളും ഒരുപക്ഷെ ഉപവാസത്തിലാണെന്ന് പറയാം. ഉപവസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എന്താ സംഭവിക്കുന്നത്? അവർക്ക് വേണ്ടത്ര എനർജി ഇല്ല അല്ലെ. ഈ എനർജി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയുടെ ആരോഗ്യത്തിനനുസരിച്ചാണ്. അങ്ങനെ ഷുഗറിനെ ഈവൻ ഫാറ്റിലേക്കും അല്ലെങ്കിൽ ഗ്ലൈക്കോജനിലേക്കും ഒന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് എഗെയിൻ നമ്മളോട് പറയും നിങ്ങൾ വിശന്നിരിക്കുകയാണ്, ഇനിയും എന്തെങ്കിലും കഴിക്കുന്നു. വീണ്ടും നമ്മൾ ഹൈ കാർബ് അല്ലെങ്കിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ തന്നെ പിന്നെയും കഴിക്കും. അപ്പൊ പിന്നെ നമ്മുടെ ഷുഗർ ഇൻക്രീസ് ചെയ്യുന്ന ചെയ്യുക. ഇതൊരു കംപ്ലീറ്റ് സൈക്കിളായിട്ട്, വിഷ്വൽ സൈക്കിളായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഈവൻ ഡയറക്ട്ലി ഒരു സെല്ലിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോശത്തിന് ചുറ്റുമുള്ള ബ്ലഡ് അതിനകത്ത് കുറച്ച് ഇൻസുലിനും കുറച്ച് ഗ്ലൂക്കോസും ഉണ്ട്. അപ്പൊ ഈ ഒരു ഇൻസുലിൻ ഡയറക്ട്ലി പോയിട്ട് ഇവിടെ ഒരു കീ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസുലിൻ റിസപ്റ്ററിൽ പോയിട്ട് അതവിടെ ഗ്ലൂക്കോസിനെ അകത്തേക്ക് കയറ്റും അല്ലെ. ഇവിടെ ഒരു കീ വന്നു, ഈ ഒരു കീ എന്ത് ചെയ്തു? ഈ ഒരു കീ അവിടെ ആ ഒരു ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് സെല്ലിനകത്തേക്ക് ഇൻസുലിനെ എത്തിച്ചു, ഗ്ലൂക്കോസിനെ എത്തിച്ചു. അങ്ങനെ ഗ്ലൂക്കോസിനെ പ്രവർത്തിക്കാനുള്ള സ്ഥലം കിട്ടി, അതുപോലെ തന്നെ കോശത്തിന് എനർജിയും കിട്ടി. ഇങ്ങനെയാണ് നോർമലി നടക്കുന്നത്. അതേ സമയത്ത് ഇവിടെ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ, സെല്ലിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ, രണ്ട് കാരണം കൊണ്ട് വരാം കേട്ടോ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഓൾറെഡി ഒരുപാട് ഷുഗർ ഉണ്ട്, ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഓൾറെഡി കോശത്തിന് എനർജി ഉണ്ടെങ്കിൽ അതിന് റെസിസ്റ്റൻസ് തുടങ്ങാം. ചിലപ്പോൾ അതൊരു ഉപവാസത്തിലും പോവാം. ഇത് രണ്ട് സയന്റിഫിക്കലി എക്സ്പ്ലനേഷനോട് കൂടിയിട്ടാണ്. ജസ്റ്റ് അതിനെ മലയാളി വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ അതിനെ വേണമെങ്കിൽ ടോട്ടലി ഒരു ഫാസ്റ്റിംഗ് കണ്ടീഷനിലേക്ക് പോവാം, അതല്ലെങ്കിൽ അതിനകത്തേക്ക് ഓവർലോഡ് ആയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടും അതിനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങാം. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉള്ള ഷുഗർ മോളിക്യൂൾസിന്റെ അളവ് വളരെ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ അങ്ങനെ സംഭവിക്കുമ്പോൾ സപ്പോസ് ഒരു കീക്ക് ഒരുപാട് ഗ്ലൂക്കോസിനെ കൊണ്ടുപോകാനുള്ള കഴിവുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ ആകുമ്പോൾ ഓൾറെഡി ഗ്ലൂക്കോസ് ഉണ്ട്, ആ ഗ്ലൂക്കോസ് ഇൻസുലിന്റെ കൂടെ തന്നെ അകത്തേക്ക് പോകേണ്ടതാണ്, അല്ലെങ്കിൽ ഇൻസുലിന്റെ കീ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കയറേണ്ടതാണ്. പക്ഷെ സെല്ല് പറയാണ് ഇല്ല, എനിക്ക് ഇനി വേണ്ടാന്ന്. ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ഇൻസുലിന്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഇവിടെ പാൻക്രിയാസിന് ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് എന്തായിരിക്കും? ഷുഗർ ഇപ്പോഴും ഉണ്ടത്രേ, അപ്പൊ നിങ്ങൾക്ക് ഇനിയും എനർജി കൊടുക്കണമെങ്കിൽ, നേരത്തെ പറഞ്ഞില്ലേ ടയേർഡ് ആവുന്നു, അപ്പൊ എനർജി കൂടുതൽ കൊടുക്കണമെങ്കിൽ എന്തുണ്ടാക്കണം? ഇൻസുലിൻ ഉണ്ടാക്കണം. ഈ ഇൻസുലിൻ ആണ് ബാക്കി എല്ലാവർക്കും മെസ്സേജ് കൊടുക്കേണ്ടത്. കൂടുതൽ ഭക്ഷണം കഴിക്കാനും ഒക്കെ ബ്രെയിനിനും മെസ്സേജ് ഒക്കെ കൊടുക്കേണ്ടത് ആരാണ്? ഇൻസുലിൻ ആണ്. അപ്പോൾ ടോട്ടലി ഈ ഒരു ഇൻസുലിന്റെ അളവ് ബ്ലഡിൽ കൂടി വരികയാണ് ചെയ്യുക. ഈ ഒരു അവസ്ഥയെ പറയുന്നതാണ് ഹൈപ്പർ ഇൻസുലിനീമിയ. സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് അങ്ങനെ ശരീരത്തിനകത്ത്, ബ്ലഡിനകത്തുള്ള ഇൻസുലിന്റെ ടോട്ടൽ അളവ് കൂട്ടുകയാണ് ചെയ്തത്. ഓക്കെ, സോ ഇതിന് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ വരിക? ഒന്ന് ജനറ്റിക് തന്നെയാവാം. ജനറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയും. മീൻസ് ഒരു പ്രീഡിസ്പോസിഷൻ, നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്ന ഒരു ഡിസ്പോസിഷൻ ജനറ്റിക്കലി DNA വൈസ് തന്നെ നമുക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് പെട്ടെന്ന് ബോഡി എത്തും. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ക്രമീകരണത്തിന്റെ ഒരു ആവശ്യമാണ്. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു, എത്ര അളവിൽ കഴിക്കുന്നു, എന്തൊക്കെ കോമ്പിനേഷനിൽ കഴിക്കുന്നു, ഇതൊക്കെ ശരിക്കും ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ബ്ലഡ് ഇൻസുലിന്റെ അളവ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് വന്നപ്പോഴാണ് അല്ലെ. അതേ സമയത്ത് പ്രോട്ടീൻ വന്നപ്പോൾ ഇൻസുലിൻ ഹൈക്ക് ഉണ്ട്, പക്ഷെ അത്ര എണ്ണിയില്ല. അതേ സമയത്ത് ഫാറ്റ് ആണെങ്കിലോ ഒട്ടുമില്ല. സോ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇൻസുലിൻ ഹൈക്ക് കൂടും. അത് തന്നെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയാണെങ്കിൽ, ഒട്ടും ഫൈബർ കണ്ടന്റ് ഒട്ടും ഇല്ലാത്ത തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇൻസുലിന്റെ അളവ് വളരെ കൂടുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ അത് താഴുകയും ചെയ്യും അല്ലെ. ഇവിടെയൊക്കെ ഫാറ്റിന്റെ ഒക്കെ ഇൻസുലിൻ
ഒരു ലെവലിൽ പോയിട്ട് അത് അങ്ങനെ പോവാണ് കുറെ നേരത്തേക്ക്. അതേസമയത്ത് പ്രോട്ടീൻ്റെത് അത്ര തന്നെ ഇല്ല, എന്നാൽ കാർബോഹൈഡ്രേറ്റിന് പെട്ടെന്ന് ഹൈക്കിലെത്തി പെട്ടെന്ന് താഴേക്ക് വന്നു. ഇങ്ങനൊരു ഇഷ്യൂ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു ഗ്രാഫ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈസിലി ഡൈജസ്റ്റ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ഈ മഞ്ഞ കളറിലുണ്ട്, അത് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് എത്തിയിട്ട് അത് പെട്ടെന്ന് തന്നെ താണു. അതേസമയത്ത് ഇൻസുലിന്റെ അളവോ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് എത്തി, എന്നിട്ട് പിന്നെ അത് താണു, പക്ഷെ അത് പിന്നെയും വീണ്ടും നമുക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയാനുള്ള ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ, നേരത്തെ നമുക്ക് കിട്ടിയ ടോട്ടൽ എത്ര എനർജി ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എത്ര ഗ്ലൂക്കോസ് കിട്ടിയിട്ടുണ്ടായിരുന്നോ അതിന്റെ അടുത്തൊന്നും ഇപ്പോഴെത്തിയിട്ടില്ല, വളരെ പെട്ടെന്ന് താണുപോയി. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് കൊടുക്കാൻ ഇൻസുലിൻ അവിടെ റെഡി ആയിട്ടുണ്ടാവും. അതേ സമയത്ത് സ്ലോലി ഡൈജസ്റ്റ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ഹൈക്ക് വരും, പക്ഷെ ആ ഹൈക്ക് നേരത്തെ അത്രയും കൂടുതലായിരിക്കില്ല. എന്ന് മാത്രമല്ല, അതിന് നമ്മുടെ ഇൻസുലിൻ ഒരുപാട് ഹൈക്ക് ഇല്ലാതെ തന്നെ എപ്പോഴും ബ്ലഡ് ഷുഗറും ഇൻസുലിനും ഒരു നോർമൽ ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ബ്ലഡ് ഗ്ലൂക്കോസും ഒരു നോർമൽ ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിന് പറ്റും. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭക്ഷണം നമ്മൾ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയാവുമ്പോഴേക്ക് ഏതാണ്ടൊന്ന് വിശക്കും. അതുപോലെ തന്നെ ആ ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഒന്ന് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം നമുക്ക് അടുത്ത ഒരു 5-6 മണിക്കൂർ നേരത്തേക്ക് കിട്ടുകയും ചെയ്യും. അതിനനുസരിച്ച് നമ്മുടെ ബോഡിക്ക് ആക്ടിവിറ്റി ചെയ്യാനുള്ള സമയവും കിട്ടും. മൂന്നാമത്തെ ഒരു റീസൺ ആണ് റോൾ ഓഫ് എക്സസൈസ്. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നോ അത് പല രീതിയിൽ നമ്മുടെ ഇൻസുലിനെയും അല്ലെങ്കിൽ ഹോൾ ബോഡിയെയും ഹെൽപ്പ് ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇൻസുലിൻ റെസ്പോൺസ് അല്ലെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ, എല്ലാ കോശങ്ങൾക്കും ഉള്ള സെൻസിറ്റിവിറ്റിയെ അത് ഇംപ്രൂവ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫിസിക്കൽ എക്സസൈസ്. അതുകൂടാതെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ നോർമലൈസ് ചെയ്യും. കാരണം എന്താ, എനർജി യൂട്ടിലൈസേഷൻ ഉണ്ട് അവിടെ. BP കുറയ്ക്കും. അതുപോലെ തന്നെ വെയിറ്റ് മാനേജ്മെന്റിന് വളരെ യൂസ്ഫുൾ ആണ്, കാരണം കലോറി കൺസംപ്ഷൻ ഉണ്ടാവും. അത് കൂടാതെ മസിൽ ബിൽഡിംഗ് അപ്പം ഉണ്ടാവും. ഡയബറ്റീസ് പോലെയുള്ള മറ്റു കോംപ്ലിക്കേഷൻസിനെ ഇല്ലാതാക്കാനും ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ഇതിന്റെ ഒരു ഗ്രാഫ് നോക്കാം. നോർമലി നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 2 രീതിയിലുള്ള ഒരു GLUT4 ട്രാൻസ്പോർട്ടർ, അതിന്റെ ഒരു ഡീറ്റെയിലേക്കാണ് പോകുന്നത്. മീൻസ് അതിന്റെ സയൻസ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നോർമലി എക്സസൈസ് ചെയ്യാത്ത ഒരാളുടെ ഇവിടെ ഈ ഒരു നീല കളറിലുണ്ട്. ട്രെയിനിങ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ ട്രെയിനിങ് ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ബ്ലഡ് ഇൻസുലിൻ അല്ലെങ്കിൽ പ്ലാസ്മ ഇൻസുലിൻ ലെവൽ കൂടുതലാണ് പൊതുവെ. അതേ സമയത്ത് സെൻസിറ്റിവിറ്റി കൂടുന്നത് കൊണ്ട്, റെസിസ്റ്റൻസ് കുറയുന്നത് കൊണ്ട് അവർ ഈ ട്രെയിനിങ് ചെയ്യുന്ന ഒരാൾക്ക് അത് താണു തന്നെ കിടക്കുന്നു. കാരണം 2 പ്രധാനപ്പെട്ട മറ്റു ഹോർമോണുകൾ എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും ഇൻസുലിൻ റിലീസിനെ കുറക്കുകയും ചെയ്യും. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വരാൻ വേണ്ടിയിട്ട് മറ്റു കോശങ്ങൾക്ക് ഉപയോഗം വരികയും ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഗുണം ഫിസിക്കൽ എക്സസൈസിനുണ്ട്. സ്ട്രെസ്, അമിതമായ സമ്മർദ്ദം, ശരീരത്തിൽ എവിടെയൊക്കെ സമ്മർദ്ദം വരുന്നുണ്ട്, പ്രധാനമായിട്ടും മനസ്സിനാണ്. പക്ഷെ ഈ മനസ്സിനെ ബാധിക്കുന്ന സാധനം ശരീരത്തിന്റെ ഒരുവിധ എല്ലാ ഭാഗത്തെയും ബാധിക്കും. കോർട്ടിസോൾ എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട സ്ട്രെസ് ഹോർമോൺ. ഈ സ്ട്രെസ് ഹോർമോൺ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വീക്കൻ ചെയ്യും, ഹേർട്ട് ഡിസീസസ് ഉണ്ടാക്കും, അതുപോലെ തന്നെ BP റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കും, ബ്ലഡ് ഷുഗർ ഇൻക്രീസ് ചെയ്യും, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാക്കും, നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും, ആങ്സൈറ്റി, ഡിപ്രഷൻ, ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും. ഇങ്ങനെയുള്ള കുറെ ചാലഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ സാധനം വളരെ യൂസ്ഫുൾ ആണ്. സോ പ്രോബ്ലം ഉണ്ടാക്കുക അല്ലല്ലോ നമ്മളിപ്പം ചെയ്യേണ്ടത്. സാധാരണഗതിയിൽ മുമ്പൊക്കെ ഉണ്ടായിരുന്ന ചാലഞ്ചസ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു പുറത്തുനിന്നൊരു സ്ട്രെസ്സർ വന്നു കഴിഞ്ഞാൽ, ഇപ്പം സപ്പോസ് ഒരു സിംഹവും ഒരു മാനും കൂട്ടിക്കും. ഈ സിംഹത്തിന് മാനിനെ പിടിക്കണം എന്നുള്ള ഒരു പർപ്പസോട് കൂടിയിട്ടാണ് ഓടുന്നത് അല്ലെ. അതിനുശേഷം അതേ സമയത്ത് മാനോ ജീവൻ കൊണ്ട് ഓടുകയാണ്. ഇത് രണ്ടും ഒരേ കാര്യം വിചാരിച്ചിട്ടാണ് ഓടുന്നത്. ഓട്ടത്തിന്റെ പർപ്പസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ജീവൻ രക്ഷിക്കാനും മറ്റേയാൾക്ക് ജീവന് വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിക്കാനുമാണ് അല്ലെ, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട്.
അതേസമയത്ത് നമ്മുടെ ലൈഫിൽ ഇന്നിപ്പോ ഉണ്ടാവുന്ന, പണ്ടൊക്കെ നമ്മുടെ ലൈഫിൽ ഒരുപക്ഷെ ഇതേപോലെയുള്ള സ്ട്രെസ് ഒക്കെ തന്നെ ആയിരിക്കും. അവിടെ വന്നു കഴിഞ്ഞാൽ വന്നു, അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ പോയി, അതിനുശേഷം പിന്നെ നമ്മൾ സുഖമായിട്ട് ജീവിക്കും. പണ്ടൊക്കെ സിനിമകളിൽ അങ്ങനെയൊക്കെ വല്ല പറയാറ്, അല്ലെങ്കിൽ പല നോവലുകളിലും പറയാറുണ്ട്, ദേ ലീവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. അവരതിനുശേഷം വളരെ സുഖമായിട്ട് ജീവിച്ചു. ആ സ്ട്രെസ് പോയി, അതാണ്. പക്ഷെ ഇന്നിപ്പോ അത് പോകുന്നില്ല. ഇന്നിപ്പോ അത് പോകാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ട്രെസ് കൊണ്ടുള്ള പല ഹോർമോൺസും ഇവിടെ വളരെ കൂടുതലായിട്ടുണ്ടാവുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇൻസുലിനെ വളരെ നല്ല രീതിയിൽ അവര് ഉണ്ടാക്കേണ്ടി വരും. എന്നാലും മാത്രമേ ഈ സ്ട്രെസ്സുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ കോപ്പിംഗ് അപ്പ് കറക്റ്റ് ആയിട്ട് നടക്കാത്തത് ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ കോശങ്ങളെല്ലാം ഏറ്റെടുത്താലോ, അതിന് പറയുന്നതാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഫ്രീ റാഡിക്കൽ ഡാമേജ് എന്ന് പറയാൻ വേണമെങ്കിൽ, മീൻസ് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും, ഓക്സിജൻ അറ്റാക്ക് കൊണ്ടുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ വരും. അതിന് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കോസേറ്റീവ് ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ നമ്മുടെ പൊല്യൂഷൻ ഉണ്ടാവാം, നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇത് എവിടെയാണ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്? എവിടെ വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മുടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് ഈവൻ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാം. സോ നമ്മുടെ ശരീരം നോർമലി ഹെൽത്തി ബോഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്, വർക്കൊന്നും ചെയ്യുന്നില്ല, ഞാനിപ്പം വളരെ ഹെൽത്തി ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ട് തന്നെ മറ്റു ഇഷ്യൂസ് ഉണ്ടാവാം. സോ ആ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ടുണ്ടായിരിക്കുന്ന പല ടോക്സിൻസിനെയും നമ്മൾ ഈവൻ റിമൂവ് ചെയ്യേണ്ടി വരും. എങ്ങനെ റിമൂവ് ചെയ്യുക? നമ്മുടെ ബോഡിക്ക് അതിൻ്റെതായിട്ടുള്ള മെക്കാനിസം ഉണ്ട്, അല്ലെ? എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് വിസർജ്യങ്ങളെ പുറത്ത് കളയാനുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അതിനനുസരിച്ച് ബോഡിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ വേണം. അവിടെയും നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ മൂവ്മെന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. അതുകൂടാതെയാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ല ആന്റി ഓക്സിഡൻസിന്റെ ഉപയോഗമൊക്കെ വരുന്നത്. സോ അതൊരു റീസൺ ആണ്. മറ്റൊരു റീസൺ ആണ് ഹോർമോണൽ ഇംബാലൻസ്. നമ്മുടെ പല ഹോർമോണുകളും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ബ്രെയിനിൽ പോയിട്ട് അതിനെ എഫക്ട് ചെയ്യും, അല്ലെങ്കിൽ ലിവറിനെ എഫക്ട് ചെയ്യും എന്ന് പറയുന്നില്ലേ, ഇൻസുലിൻ. ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോണിനെ മറ്റു ഹോർമോണുകളെ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രന്ഥികളെ, ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിവുണ്ട്. സോ അങ്ങനെ ഒരു കഴിവുള്ള ഹോർമോൺ അല്ലെങ്കിൽ അങ്ങനെ കഴിവുള്ള ഒരു ഗ്രന്ഥി പാൻക്രിയാസ്. ഈ പാൻക്രിയാസിനെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള മറ്റ് ഗ്രന്ഥികളില്ലേ? ഉണ്ട്. തൈറോയിഡും പിറ്റ്യൂട്ടറിയും പോലെയുള്ള മറ്റ് ഗ്രന്ഥികൾ അവരുടെ ഹോർമോൺ വഴി നമ്മുടെ പാൻക്രിയാസിനെ ഉത്തേജിപ്പിക്കും. അങ്ങനെ ഉത്തേജിപ്പിക്കുമ്പോൾ രണ്ട് രീതിയിലാണ് വരിക. ഒന്ന്, അതിന്റെ ദഹനരസങ്ങളെ ഉത്തേജിപ്പിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഹോർമോണൽ ഭാഗങ്ങളെ, ഏറ്റവും എക്സോക്രൈനും എൻഡോക്രൈനും ഫങ്ഷൻസിനെ അതിനെ ഉത്തേജിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഉത്തേജിപ്പിക്കുക എൻഡോക്രൈൻ ഫങ്ഷൻസിൽ ഈ ഐലറ്റ്സ് ഓഫ് ലാംഗ്രാൻസിനെ ആണെങ്കിൽ അതവിടെ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ കാരണമായേക്കും. അങ്ങനെ ടോട്ടലി പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈപ്പർ ഇൻസുലിന്റെ അളവ് കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. ഇത് സെൻസിറ്റിവിറ്റി ഇല്ലാതിരിക്കാനും അങ്ങനെ ഒരു റെസിസ്റ്റൻസ് മോഡിലേക്ക് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളെ കൊണ്ടുപോകാനും ഒക്കെ ഇത് കാരണമാവും. സോ അങ്ങനെ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ നമ്മൾ അറിയും? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് കൂടുതൽ ക്രേവിങ്സ് ഉണ്ടാവാനാ. ഷുഗർ ആയിട്ടുള്ള ഐറ്റംസുമായിട്ട് നമുക്ക് ക്രേവിങ്സ് ഉണ്ടാവുക. പെട്ടെന്ന് തന്നെ ക്ഷീണം വരിക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മേ ബി 1 മണിക്കൂർ, രാവിലെ എഴുന്നേറ്റ് 3 മണിക്കൂറോ 4 മണിക്കൂറോ ആയിട്ടുള്ളൂ, അപ്പോഴേക്ക് തന്നെ ഉറക്കം വരും. വീണ്ടും ഒരു 11 മണി 11:30 ആകുമ്പോഴേക്കും ഉറക്കം വന്നാലോ. അങ്ങനെയുള്ള ഈവൻ ഫ്രീക്വന്റ് യൂറിനേഷനും അല്ലെങ്കിൽ കാലിനൊക്കെ ചിലപ്പോൾ ട്രെമറിങ് അല്ലെങ്കിൽ ഒരു ഷിവറിങ് മോഡലൊക്കെ ഉണ്ടാവാം. പല കാര്യങ്ങളും, ഈവൻ ഡാർക്കനിങ് ഓഫ് സ്കിൻ, പല മീൻസ് ഗ്രോയിൻസ്, ആംപിറ്റ്സ്, ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു സ്കിന്നിനൊരു കറുപ്പ് കളർ. ഇതൊക്കെയാണ് പ്രധാനമായിട്ട്, ഞാനത് എന്താണെന്ന് കാണിച്ചു തരാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഇതിന്റെ സിംറ്റംസ് വരുന്നത്. മറ്റൊന്ന് സെൻട്രൽ ആഡിപ്പോസിറ്റി എന്ന് പറയാൻ വേണമെങ്കിൽ, നമ്മുടെ ലിവർ എന്ത് ചെയ്യും? ഫാറ്റ് ഉണ്ടാക്കും, അല്ലെ? ഗ്ലൈക്കോജനും അത് കഴിഞ്ഞാൽ പിന്നെ ഫാറ്റും ഉണ്ടാക്കാം. സോ ഈ ഒരു ഫാറ്റ് നമ്മുടെ സെൻട്രൽ ഭാഗത്തേക്ക് കൂടുതൽ ഡെപ്പോസിറ്റ് ആവുന്ന സമയത്ത് അതിന് പറയുന്നത് സെൻട്രൽ ആഡിപ്പോസിറ്റി എന്ന് പറയും. പല കോശങ്ങൾക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും ആഡിപ്പോസ് ടിഷ്യൂസിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഫാറ്റ് ഉണ്ടാക്കും. എളുപ്പമുള്ള വഴിയുമാണ്. ഓക്കെ, സോ ഈ ഒരു സംഭവം നമ്മുടെ വയറിന്റെ ഭാഗത്തേക്ക് കൂടുതലായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുക. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സെൻട്രൽ മീൻസ്
രണ്ട് തരത്തിലുള്ള ഷേപ്പാണ് പൊതുവെ പറയുക, ആപ്പിൾ ഷേപ്പും അതുപോലെ തന്നെ പിയർ ഷേപ്പും. ഈ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ ശരീരം മാറുകയും ചെയ്യും. സോ മസിൽ ടിഷ്യൂസിന് റെസിസ്റ്റൻസ് ഉണ്ടാവാം, അതുപോലെ തന്നെ ലിവറിനും ഉണ്ടാവാം, ഈവൻ പാൻക്രിയാസിനും റെസിസ്റ്റൻസ് ഉണ്ടാവാം. പക്ഷേ ആഡിപ്പോസ് ടിഷ്യൂസിന് പൊതുവെ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫാറ്റ് ഡെപ്പോസിറ്റ് അവിടെ പിന്നെ നടക്കും. മറ്റ് 2-3 സിംറ്റംസ് നേരത്തെ പറഞ്ഞില്ലേ, ബ്ലാക്ക് ആവുക എന്ന് പറയുന്നത്, ഒരു ഡാർക്കനിങ് ഓഫ് സ്കിൻ. ഈ ഒരു സ്കിൻ പ്രധാനമായിട്ട് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന ഒരു രീതിയിൽ, മീൻസ് കഴുത്തിന്റെ ഭാഗത്തൊക്കെ കാണിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ കൈകളില് ഈ മടക്ക് വരുന്ന സ്ഥലത്തൊക്കെ, അങ്ങനെ ഒരു ജോയിന്റ്സിലൊക്കെ കൂടുതലായിട്ട് ആ ഒരു നിറം കാണിക്കാം. പിമ്പിൾസ് കൂടെ വരാം. അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ പോകാതിരിക്കാം. ചിലപ്പോൾ ചില കറുത്ത മീൻസ് മറുക് പോലെ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഇത് നേരത്തെ ഉണ്ടായിരുന്ന സാധനമല്ല, പുതുതായിട്ട് വരുന്നതാണ്. അങ്ങനെ വരുന്നതിനൊക്കെ ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാവും. സോ പൊതുവെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ നോക്കുന്നത്? ഷുഗർ ടെസ്റ്റ് ചെയ്യും. ഈ ഷുഗർ എന്ന് പറയുന്നത് ഈ ഒരു വലിയ മഞ്ഞുമലയുടെ പുറത്ത് കാണുന്ന ഒരു ചെറിയ ഭാഗം മാത്രം. ഇതിനുള്ളില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല അവയവങ്ങളെയും ബാധിച്ചത് കൊണ്ടുള്ള ഒരു വലിയ സമുദ്രം കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ മഞ്ഞുകട്ട തന്നെ താഴെ കിടക്കുന്നുണ്ട്. ഈ ഒരു ഇഷ്യൂ ഒരുപക്ഷെ എക്സസ് ഹങ്കർ ആയിട്ടോ അല്ലെങ്കിൽ സ്കിന്നിന് ഒക്കെ പല ആൾക്കാരും ഇത് നോട്ടീസ് ചെയ്യില്ല. കാരണം 10-13 വർഷം കൊണ്ടാണ് ഇങ്ങനെയൊരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ആവുക. ഇങ്ങനെയൊരു റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് 13 വർഷം കൊണ്ടൊക്കെ എവിടെയെങ്കിലും കറുത്ത പാടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശപ്പ് തോന്നിയിട്ടുണ്ടോ, അതൊന്നും അത്ര പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. ഡിപ്രഷൻ അതൊരു ശീലത്തിലേക്കും അതുപോലെ ഒരു ക്യാരക്ടറിലേക്കും എത്തും. ഒരു സ്വഭാവ സവിശേഷതയായിട്ട് നമ്മൾ മാറ്റും അതിനെ, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ അതിനെ മാറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പെട്ടെന്നൊന്നും ശ്രദ്ധിക്കില്ല. നമ്മൾ ആകെ കൂടിയിട്ട് ശ്രദ്ധിക്കുക എന്താണ്? ഈ ഒരു ബ്ലഡ് ഷുഗർ കൂടുതലാണെന്നാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇൻസുലിന്റെ അളവും കൂടുതലാണ്. ബ്ലഡിലെ ഷുഗർ മാത്രമല്ല, ഇൻസുലിന്റെ അളവും കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരവസ്ഥയുണ്ട്, ബ്ലഡ് ഷുഗർ മാത്രം കൂടുതലും ഒട്ടും ഇൻസുലിൻ ഇല്ലാത്തയും. അത് പാൻക്രിയാസ് തീരെ വർക്ക് ചെയ്യാത്ത സമയത്താണ്. അതേ സമയത്ത് ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിലോ, ഇൻസുലിന്റെ അളവും വളരെ കൂടുതലാണെങ്കിലോ, അത് പല രീതിയിൽ ശരീരത്തിന്റെ പല അവയവങ്ങളെ ബാധിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് വെയിറ്റ് കൂടും, അതുപോലെ തന്നെ ഡയബറ്റീസ് വരും, അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടാവും. അത് BP-യിലേക്ക് മാറാം. ഫാറ്റി ലിവർ, നോൺ ആൽക്കോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയാം, NAFLD, ആ ഒരു രീതിയിലേക്ക് ഫാറ്റി ലിവറിലേക്ക് എത്താം. ഹേർട്ട് ഡിസീസും കിഡ്നി ഡാമേജസും ഒക്കെ അതിന്റെ ഒരുപക്ഷെ ഡയബറ്റീസിന്റെ ഒരു ഭാഗമായിട്ട് അതിനൊക്കെ പലതെപ്പോഴും പറയുന്നത്. ഈസ്ട്രജൻ ഡോമിനൻസ് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? PCOS പോലെയുള്ള ഇഷ്യൂസ് വരാറുണ്ട്. പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം. ഓക്കെ, എൻഡോമെട്രിയം ക്യാൻസർ, ഓവറിയും അതുപോലെ തന്നെ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ കൂടുതലാവുകയാണ്. ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ്, എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, സ്ത്രീകൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും. കാരണം ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പല സെക്സ് ഹോർമോൺസിനെയും ഇത് ബാധിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്ലാൻസിനെ ഈ ഒരു ഇൻസുലിൻ ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസ്, പല രീതിയിലുള്ള ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈസിലി നമുക്ക് പല ആൾക്കാരുടെ അടുത്തും കേൾക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, ഒന്ന് ഡയബറ്റീസ്, അതുപോലെ തന്നെ PCOS, NAFLD, ഫാറ്റി ലിവർ പ്രോബ്ലം, ഒബിസിറ്റി. ഈ ഒരു പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്നത്, അല്ലെ? ഈ കാരണങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് മരണം സംഭവിക്കോ? ഇല്ല. ഇത് എപ്പോഴും വന്നൊന്ന് പെട്ടെന്ന് പറയാൻ പറ്റോ? ഇല്ല. ജനന തീയതി ഇല്ല, ഇതിന് മരണ തീയതി ഇല്ല. പക്ഷെ ഇത് നമ്മളെയും കൊണ്ടേ പലപ്പോഴും പോകുള്ളൂ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതി എന്നുള്ളതിന് പകരം ജീവിത ശൈലിയിലുള്ള ഒരു മാറ്റമാണ് പലപ്പോഴും ആവശ്യം വരിക. ഇത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഏറ്റവും ഈസി ആയിട്ടും ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ ടെസ്റ്റ് ആണ്. നമ്മൾ ഏതാണ്ട് നേരത്തെ ഷുഗറിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു 10-12 മണിക്കൂർ ഫാസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഫാസ്റ്റിംഗ് ഷുഗർ എടുക്കുന്നതെങ്കിൽ, അതേ സമയത്ത് തന്നെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ് കൂടി ചെയ്യുമ്പോൾ അത് നമുക്ക് ഒരുപക്ഷെ പല രോഗങ്ങളും പ്രിവെന്റ് ചെയ്യാനും പല രോഗങ്ങളും ഈവൻ റിവേഴ്സ് ചെയ്യാനുള്ള ഒരു സഹായമായിട്ട് അത് വർക്ക് ചെയ്യും. സോ അങ്ങനെ ഒരു സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രഡിക്ടർ ആയിട്ട് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് നമ്മുടെ ശരീരം എത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഒരു വ്യക്തി, അദ്ദേഹം 13/9/2023 ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ് ആണ്. 17.6 ആയിരുന്നു അദ്ദേഹത്തിന്റെ
നോർമൽ റീഡിങ്. ഓക്കെ, ശരിക്കും ആ റീഡിങ്ങിന്റെ ഇത് നോക്കുകയാണെങ്കിൽ 2 to 25 ആണ് നോർമലി ആ ബയോളജിക്കൽ റെഫറൻസ് റേഞ്ച് വരുന്നത്. സോ ആ ഒരു 17.6 എന്ന് പറയുന്നത് 2 to 25 ഇടയിൽ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് നോർമൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്നാൽ ഇവിടെയുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നോർമലി ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് വെറും 2 പോയിന്റ് ഇൻസുലിൻ ഉണ്ടെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും. എന്നാൽ അതേ വ്യക്തിക്ക് 25 ആയാലും കുഴപ്പമില്ലെന്നാണ് പറയുന്നത് സയൻസ്, അല്ലെങ്കിൽ ഈ ഒരു ലാബ് റിപ്പോർട്ടുകൾ പറയുന്നത്, അല്ലെ? ആ ലാബിന്റെ റെഫറൻസ് റേഞ്ച് നമ്മളെ അങ്ങനെ ഒരു രീതിയിലേക്ക് കാണുന്നില്ല എന്നാണ് അർത്ഥം. പക്ഷെ അവിടെ ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു നമ്മുടെ ഇപ്പം ബ്ലഡ് ഹീമോഗ്ലോബിന്റെ ലെവൽ എത്രയാ? 12 to 17 അല്ലെ? എത്ര വ്യത്യാസമുണ്ട്? മേ ബി ഒരു 5 പോയിന്റ് അല്ലെ? 5 പോയിന്റ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ലെസ് ദാൻ 50% ആണ് അതിന്റെ കൂടുതൽ വരുന്നത്. 12 to 17 എന്ന് പറയുന്ന സമയത്ത് ലെസ് ദാൻ 50% ആണ് ഇൻക്രിമെന്റ് വരുന്നത്, അല്ലെ? പക്ഷെ ഇവിടെ ഓൾമോസ്റ്റ് 10 ടൈംസ് ആണ്, അല്ലെങ്കിൽ 12 ടൈംസ് ആണ്. നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് 2 പോയിന്റും 25 പോയിന്റും മതി എന്ന് പറയുന്നതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ ഒരു പ്രശ്നത്തിലാണ് ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയോണം നമ്മുടെ ശരീരം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേ സമയത്ത് ഇതേ വ്യക്തി തന്നെ ഏതാണ്ട് 2.5 മാസത്തിന് ശേഷം, അല്ലെങ്കിൽ ഏതാണ്ട് 3 മാസത്തിന് ശേഷം 14 ഡിസംബറിൽ ചെക്ക് ചെയ്തു, അദ്ദേഹത്തിന്റെ ഇൻസുലിൻ ലെവൽ 6.2 ആയിരുന്നു. ഫാസ്റ്റിംഗ് ഇൻസുലിനിൽ ഇത്രയും വേരിയേഷൻ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പറ്റിയത് ജസ്റ്റ് ബൈ നേരത്തെ ഞാൻ പറഞ്ഞ ഡയറ്റും അല്ലെങ്കിൽ ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നല്ലത്. അതുപോലെ തന്നെ സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ കാർബോഹൈഡ്രേറ്റ് എക്സസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളൊന്ന് നോർമലൈസ് ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക. പിന്നെ നമ്മുടെ കലോറി ഡെഫിസിറ്റ് പ്ലാനിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ടോട്ടലി ഉപയോഗിക്കുന്ന കലോറികളിൽ അത് എക്സസൈസുമായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും, അതുപോലെ തന്നെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് അതിനെ ഇല്ലാതെ ഇരുത്താനും വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഡയറ്റ് പാറ്റേൺ ഒക്കെ ഫോളോ ചെയ്യുക. ഇങ്ങനൊരു പാറ്റേൺ നമ്മൾ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ, അതുവഴി ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തിനെ, അതുവഴി മറ്റു പല ഇഷ്യൂസും ലൈക്ക് ഡയബറ്റീസോ അല്ലെങ്കിൽ PCOS ഫാറ്റി ലിവറോ പോലെയുള്ള പല ഇഷ്യൂസിനെ നമുക്ക് അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും.